ഹലോ, ഇന്ന് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണേ. ആദ്യം തന്നെ പറയട്ടെ, ഇത് നല്ല ടേസ്റ്റൊക്കെ ആണെങ്കിലും പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുമേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ കുക്കറിൽ ചോറ് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അത് 1 കപ്പ് അരിക്ക് 2 കപ്പ് അളവിൽ വെള്ളം എന്നുള്ള രീതിയിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് അതേപോലെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കോലം, ഒരു 2 പീസ് കറുവാപ്പട്ട, ഒരു 5 ഗ്രാമ്പു, 2 ഏലക്ക, ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീര് അതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ ചേർക്കണമെന്നൊന്നുമില്ല, കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ഒഴിച്ച് കൊടുത്താലും മതി. ഈ ചോറങ്ങ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതേപോലെ കുറച്ച് രമ്പയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം തിളച്ച് വരട്ടെ. അരി നമ്മൾ കഴുകി, ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്, അത് കഴുകി വെള്ളം വാർന്ന് പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ ഈ കുക്കറിലേക്കിട്ട് ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. ഒറ്റ വിസിൽ കേട്ടാൽ മതി. അപ്പോൾ ഞാനിത് നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റ വിസിലിന് തന്നെ നന്നായിട്ട് കുക്കാവും. അപ്പോൾ ഇത് ഒരുപാടങ്ങ് കുക്കായി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിൻ്റെ പുറത്തേക്ക് തുറന്ന് വിട്ട് അത് ആ ആവി മൊത്തം കളഞ്ഞ് ഉടനെ തന്നെ തുറന്നെടുക്കുന്നുണ്ടേ. ഇല്ലെങ്കിൽ അതവിടെ ഇരുന്ന് ഒരുപാട് വെന്ത് പോകും. ആ സമയത്ത് നമുക്ക് ചിക്കൻ പീസസ് എടുക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോയോളം ചിക്കൻ വരും, എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ പീസസാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും, ഒരു അല്പം പെരിഞ്ജീരകം പൊടിയും, അതായത് 1 ടീസ്പൂൺ അളവിലാണ് പെരിഞ്ജീരകം പൊടി ചേർക്കുന്നത്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണേ. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്തൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേപോലെ ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മുട്ടയുടെ കൂടെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ ഒരു അല്പം കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ ഒരല്പം എണ്ണയൊഴിച്ച് നമുക്ക് ഈ മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. കണ്ടോ, ഇതേ രീതിയിൽ ഇതൊന്ന് മുട്ട പൊരിച്ചെടുത്ത് അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളുടെ ചോറ് ഞാൻ കുക്കറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് കട്ടയാവാതിരിക്കാനും വെന്ത് പോവാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക്, ഒരു പരന്ന പാത്രത്തിലേക്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു പാത്രത്തിലേക്ക്, വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആവിയിലിരുന്ന് തന്നെ ഇത് കുറച്ച് വേകുമല്ലോ. അങ്ങനെ വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ മാറ്റിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 80% ഒക്കെ ചോറ് വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ റൈസൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ദമ്മിടുന്ന ടൈമിൽ ആ ഒരു സമയത്ത് ഇത് കുക്കായിക്കോളും. ഇനിയൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്തത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് 2 ബാച്ചായിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ സവാള ഫ്രൈ ആവുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഞാൻ വറുത്ത് എടുത്ത് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള കോരിയതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്താലും മതി. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഏകദേശം കോരാറാവുന്ന ടൈമിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് അതിന് ശേഷം ആണ് കിസ്മിസ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഇതെല്ലാം കൂടെ കോരി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതേ ഓയിലിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അതിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അല്ലാത്ത കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലും ചെയ്യാം. അങ്ങനെ നമുക്ക് ആ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം വലിയൊരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന എണ്ണയുണ്ടല്ലോ അത് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വരും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബീൻസ്, അതേപോലെ ക്യാരറ്റ്, ഒരു സവാള, ഒരു ചെറിയ തക്കാളിയുടെ കുരു ഒന്നുമില്ലാതെ അതിൻ്റെ ആ തോട് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല കുക്ക് ചെയ്യുന്നത്. ഫ്രൈഡ് റൈസിനായതുകൊണ്ട് തന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രൈഡ് റൈസിന് ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വയ്ക്കാം കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എന്തായാലും ഇത് കുക്ക് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഏകദേശം കുക്കായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീൻ പീസ് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്. അത് 1 ബൗൾ അളവിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് കുക്കായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ചായിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തെല്ലാം നമ്മളുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കണം. റൈസ് കുറച്ചൊരു 2 ബാച്ചായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു സ്റ്റെപ്പ് ഇട്ട് കൊടുത്തു. അത് വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നതിന് ശേഷമാണ് അടുത്ത സെറ്റ് റൈസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ റൈസിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മാറ്റി വെച്ചിട്ടുള്ള മുട്ടയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രം വെച്ച് അടച്ച് വെച്ച് ഒരു കല്ല്, അതിൻ്റെ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ പുറത്ത് വെച്ചാൽ മതി. ഒരു അരമണിക്കൂറെങ്കിലും അതങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഇത് തുറന്ന് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കൂടുതൽ കറികളൊന്നും വേണമെന്നില്ല. ഒരു സലാഡും ഒരു അച്ചാറും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.